കുട്ടികളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ചു നോക്കൂ. കൊടും തണുപ്പുള്ള ഒരു സ്ഥലത്ത്, അതായത് എപ്പോഴും മഞ്ഞു വീഴുന്ന അന്റാർട്ടിക്ക പോലെ ഒരു പ്രദേശത്ത് ഒരു കമ്പിളി വസ്ത്രങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല അത് സാധ്യമാണെന്ന്. നമ്മൾ തണുത്ത് വിറച്ച് ഐസ് കട്ട പോലെയാവുള്ളല്ലേ? അതെ, തീർച്ചയായും. അതുപോലെ വെള്ളത്തിനടിയിൽ പോയി 1 മണിക്കൂർ നേരം ശ്വാസം വിടാതെ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതും കഴിയില്ല. നമ്മൾ മനുഷ്യർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഈ ഭൂമിയിലെ ചില മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇതിനൊക്കെ വളരെ നിഷ്പ്രയാസം കഴിയും. വളരെ ശരിയാണ്. അതായത് കൊടും തണുപ്പിലും പിന്നെ വെള്ളത്തിനടിയിലും ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലുമൊക്കെ അവരവരുടേതായ രീതിയിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് പ്രകൃതിയിലെ ഈ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു അന്വേഷണമാണ്. ജീവജാലങ്ങൾ അവയുടെ ചുറ്റുപാടുകളുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതിനെയാണ് നമ്മൾ ശാസ്ത്രത്തിൽ അനുകൂലനങ്ങൾ അഥവാ അഡാപ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു ജീവി അത് ജീവിക്കുന്ന ചുറ്റുപാടിലെ ചൂടോ തണുപ്പോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ സാന്നിധ്യമോ ഒക്കെയായി പൊരുത്തപ്പെട്ട് സുഖമായി ജീവിക്കാൻ വേണ്ടി അതിന്റെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് അനുകൂലനങ്ങൾ എന്ന് പറയുന്നത്. വാവ്, ശരിക്കും ഒരു സൂപ്പർ ഹീറോകളെ പോലെയുള്ള കഴിവുകളാണല്ലേ ഇത്? അതേ കേട്ടോ. നമുക്ക് ആദ്യം വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ ലോകത്തേക്ക് ഒരു യാത്ര പോയാലോ? അതായത് ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയാൽ നമ്മൾക്ക് കരയിൽ നടക്കുന്നത് പോലെ അത്ര വേഗത്തിൽ ഓടാൻ കഴിയില്ല, അല്ലേ? അതെ, വെള്ളം നമ്മളെ തടഞ്ഞു നിർത്തും. എന്നാൽ മത്സ്യങ്ങൾ വെള്ളത്തിലൂടെ ഒരു അമ്പ് പോകുന്നത് പോലെയാണ് പാഞ്ഞു പോകുന്നത്. ഈ മീനുകൾക്ക് കൈകളോ കാലുകളോ ഇല്ലാതെ എങ്ങനെയാണ് വെള്ളത്തിൽ ഇത്ര വേഗത്തിൽ നീന്താൻ കഴിയുന്നത്? അതിനുള്ള ഉത്തരം മത്സ്യങ്ങളുടെ ശരീരത്തിന്റെ ആകൃതിയിൽ തന്നെയുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. ബോട്ട് ഷേപ്ഡ് ബോഡി. ഓഹോ, തോണിയുടെ ആകൃതിയിലുള്ള ശരീരം. കുട്ടികളെ, നിങ്ങളൊരു തോണി കണ്ടിട്ടില്ലേ? വെള്ളം കീറി മുറിച്ചു മുന്നോട്ടു പോകാൻ തോണിയുടെ രണ്ടറ്റവും കൂർത്തിരിക്കും. നടുഭാഗം അല്പം വീതിയിലുമായിരിക്കുമല്ലേ? അതെ അതെ, ഇതുപോലെ തന്നെയാണ് മത്സ്യങ്ങളുടെ ശരീരവും. ഇങ്ങനെ രണ്ടറ്റവും കൂർത്തിരിക്കുന്നതുകൊണ്ട് വെള്ളം അവരെ തടഞ്ഞു നിർത്തുന്നില്ല. വെള്ളത്തിലൂടെ വളരെ വേഗത്തിൽ തെന്നിമാറി സഞ്ചരിക്കാൻ ഈ ശരീരപ്രകൃതി അവയെ സഹായിക്കുന്നു. ശരിയാണ്. ആകൃതി തോണിയുടേതുപോലെയാണെങ്കിലും അതിന് സഞ്ചരിക്കാൻ ഒരു എഞ്ചിൻ വേണ്ടേ? അതാണ് അടുത്ത പ്രത്യേകത. സ്വിംസ് ത്രൂ വാട്ടർ യൂസിംഗ് ഫിൻസ് ആൻഡ് ടെയിൽ. അതായത് മീനുകൾ വെള്ളത്തിലൂടെ നീന്തി സഞ്ചരിക്കുന്നത് അവയുടെ ശരീരത്തിലുള്ള ചിറകുകളും വാലും ഉപയോഗിച്ചാണ്. കാറിന്റെ സ്റ്റിയറിംഗ് വീൽ പോലെ ദിശ മാറ്റാൻ ചിറകുകളും പിന്നെ മുന്നോട്ട് കുതിക്കാനുള്ള എഞ്ചിൻ പോലെ വാലും അവരെ സഹായിക്കുന്നു. ഒരിക്കൽ നീന്താൻ പഠിച്ചാൽ പിന്നെ അവർക്കൊരു തടസ്സവുമില്ല. അതിന് സഹായിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്ലിപ്പറി ബോഡി ഹെൽപ്സ് ടു ഗ്ലൈഡ് ഇൻ വാട്ടർ. ശരിക്കും, ഞാൻ ഒരിക്കലും ഒരു ജീവനുള്ള മീനിനെ കൈകൊണ്ട് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. സോപ്പ് വെള്ളത്തിൽ വീണതുപോലെ എന്റെ കയ്യിൽ നിന്നത് വഴുതിപ്പോയി. അതെ, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുക്കലുള്ള ശരീരമാണ് മീനുകൾക്കുള്ളത്. ഈ വഴുവഴുപ്പ് വെറുതെ നമ്മളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല കേട്ടോ, വെള്ളത്തിൽ ഉരസലില്ലാതെ സ്പീഡിൽ തെന്നി നീങ്ങാനുള്ളൊരു ലൂബ്രിക്കന്റ് കൂടിയാണിത്. ഇനി ഏറ്റവും വലിയ ചോദ്യം വരുന്നു. നമ്മൾക്ക് വെള്ളത്തിനടിയിൽ ശ്വാസം മുട്ടും, എന്നാൽ മത്സ്യങ്ങളോ? ക്യാൻ ബ്രീത്ത് ഇൻ വാട്ടർ. വാവ്, അതെ, മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ ശ്വസിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കണം. വെള്ളത്തിലും ഓക്സിജൻ ഉണ്ട്, പക്ഷെ അത് വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. മത്സ്യം അതിന്റെ വായ തുറക്കുമ്പോൾ ഈ വെള്ളം വായിലേക്ക് പ്രവേശിക്കും. കൃത്യം. എന്നിട്ട് ഈ വെള്ളം അവയുടെ തലയുടെ വശങ്ങളിലുള്ള ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ഗിൽസ് എന്ന് പറയുന്ന ഭാഗത്തിലൂടെ പുറത്തേക്ക് പോകും. ഇങ്ങനെ വെള്ളം ചെകിളപ്പൂക്കളിലൂടെ പോകുമ്പോൾ അതൊരു അരിപ്പ പോലെ പ്രവർത്തിച്ച് വെള്ളത്തിലുള്ള ഓക്സിജനെ വലിച്ചെടുക്കും. ശരിക്കും ഒരു അത്ഭുതം തന്നെ. ശരിക്കും അത്ഭുതമാണ്. ഇനി നമ്മൾ മറ്റൊരു ബുദ്ധിമുട്ടിനെക്കുറിച്ച് ചിന്തിക്കണം. വെള്ളത്തിൽ ജീവിക്കുന്ന പക്ഷികളുടെ കാര്യം. വെള്ളത്തിൽ പോയി മീൻ പിടിക്കണം, എന്നാൽ ആകാശം വഴി പറക്കുകയും വേണം. നനഞ്ഞൊരു തുണിക്ക് എന്ത് ഭാരമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വെള്ളത്തിൽ മുങ്ങിയാൽ പക്ഷികളുടെ തൂവലുകൾ നനഞ്ഞ് അവയ്ക്ക് പറക്കാൻ കഴിയില്ല. അതെ, എന്നാൽ താറാവുകൾ വളരെ കൂളായി വെള്ളത്തിൽ നടക്കുന്നത് നമ്മൾ കാണാറില്ലേ? അതെങ്ങനെയാണെന്ന് നോക്കാം. താറാവിന്റെ ആദ്യത്തെ പ്രത്യേകത ഓയിലി ഫെദേഴ്സ്. എണ്ണമയമുള്ള തൂവലുകൾ.
എണ്ണയും വെള്ളവും തമ്മിൽ ചേരില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. താറാവിന്റെ ശരീരത്തിൽ പ്രകൃതിദത്തമായ ഒരു തരം എണ്ണമയമുണ്ട്. അതുകൊണ്ട് താറാവ് എപ്പോഴും വെള്ളത്തിലാണെങ്കിലും അതിന്റെ തൂവലുകൾക്ക് മുകളിൽ വെള്ളം തങ്ങി നിൽക്കില്ല. അതെ, നമ്മൾ മഴയത്ത് റെയിൻകോട്ട് ധരിക്കുന്നത് പോലെ ഈ എണ്ണമയമുള്ള തൂവലുകൾ താറാവിനെ വെള്ളം നനയാതെയും ഭാരം കൂടാതെയും ഇരിക്കാൻ സഹായിക്കുന്നു. അത് വളരെ രസകരമായൊരു സംവിധാനമാണ്. ഇനി താറാവിന്റെ ഭക്ഷണം കഴിക്കുന്ന രീതി നോക്കാം. ഫ്ലാറ്റ് സീവ് ലൈക്ക് ബീഗ്സ് ടു ഫൈൻഡ് ഫുഡ് ഇൻ വാട്ടർ ആൻഡ് മഡ്. കുട്ടികളെ, താറാവിന്റെ കൊക്കുകൾ കണ്ടിട്ടുണ്ടോ? കോഴിയുടെ കൊക്ക് പോലെ കൂർത്തതല്ല, പകരം പരന്ന കൊക്കുകളാണ്. വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ താറാവിനെ സഹായിക്കുന്നത് ഈ കൊക്കുകളാണല്ലേ? അതെ, പരന്ന അരിപ്പ പോലുള്ള കൊക്കുകൾ. ചെളി മുഴുവൻ കൊക്കിലാക്കി അരിച്ചെടുത്ത് ചെളിവെള്ളം പുറത്തേക്ക് കളഞ്ഞ് അതിലെ ചെറിയ പ്രാണികളെയും മീനുകളെയും മാത്രം തിന്നാൻ ഈ കൊക്കുകൾ വളരെ അനുയോജ്യമാണ്. ഇനി താറാവിന്റെ കാലുകൾ നോക്കൂ. വെബ്ഡ് ഫീറ്റ് ടു ഹെൽപ്പ് സ്വിം ഇൻ വാട്ടർ. ചർമ്മബന്ധിതമായ പാദങ്ങൾ. താറാവിന്റെ കാലിലെ വിരലുകൾക്കിടയിൽ ഒരു നേർത്ത തൊലിയുണ്ട്. വിരലുകൾ തമ്മിൽ ഈ തൊലി കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. നിങ്ങൾ നീന്തൽക്കുളത്തിൽ പോകുമ്പോൾ കാലിൽ വലിയ ഫ്ലിപ്പറുകളിടാറില്ലേ? അതെന്തിനാണ്? കൂടുതൽ വെള്ളം പിന്നിലേക്ക് തള്ളി വേഗത്തിൽ നീന്താൻ. അതുപോലെ താറാവിന്റെ കാലുകൾ ഈ ഫ്ലിപ്പറുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതേ പാദങ്ങളുള്ള മറ്റൊരു സുഹൃത്തുകൂടെയുണ്ട്, ആമ. ആമയുടെ പ്രത്യേകതയും ഇതുതന്നെയാണ്. വെബ്ഡ് ഫീറ്റ് ടു ഹെൽപ്പ് സ്വിം ഇൻ വാട്ടർ. കണ്ടോ, താറാവിന്റെ കാലുകൾക്കും ആമയുടെ കാലുകൾക്കും ഒരേപോലെ ഒരു പ്രത്യേകതയുണ്ട്. വെള്ളത്തിൽ നന്നായി തൊഴിയാനാണ് ഈ ചർമ്മബന്ധിതമായ പാദങ്ങൾ ആമയും സഹായിക്കുന്നത്. ഒരേ പ്രശ്ന പരിഹാരത്തിനായി വ്യത്യസ്ത മൃഗങ്ങൾക്ക് ഒരേപോലത്തെ അനുകൂലനങ്ങൾ ഉണ്ടാകാം. എന്നാൽ മത്സ്യങ്ങളെപ്പോലെ ആമകൾക്ക് എപ്പോഴും വെള്ളത്തിൽ നിൽക്കാൻ കഴിയില്ല. ക്യാൻ വാക്ക് ഓൺ ലാൻഡ് യൂസിംഗ് ലെഗ്സ്. ശരിയാണ്, ആമകൾക്ക് മീനുകളെപ്പോലെ ചിറകുകളല്ല ഉള്ളത്. അതുകൊണ്ട് വെള്ളത്തിൽ നീന്താൻ മാത്രമല്ല, ആ കാലുകൾ ഉപയോഗിച്ച് കരയിൽ നടക്കാനും അവർക്ക് കഴിയും. അവർ മുട്ടയിടാനൊക്കെ കരയിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ആമകൾക്ക് ചെകിള്ളപ്പൂക്കളില്ല. അവർക്ക് നമ്മളെപ്പോലെ ശ്വാസകോശമാണുള്ളത്. എങ്കിലും ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കഴിവ് ആമകൾക്കുണ്ട്. ക്യാൻ സ്റ്റേ അണ്ടർ വാട്ടർ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ബ്രീതിങ്. വാവ്! ശ്വാസമെടുക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ കഴിയാൻ ആമകൾക്ക് സാധിക്കും. നമ്മൾ മനുഷ്യർക്ക് കുറച്ച് സെക്കൻഡുകൾ മാത്രമേ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചിരിക്കാൻ കഴിയൂ. അതെ, എന്നാൽ ആമകൾക്ക് അവരുടെ ഹൃദയമിടിപ്പ് കുറച്ച് മണിക്കൂറുകളോളം ശ്വാസം പിടിച്ചുവെക്കാൻ കഴിയും. അത്ഭുതം തന്നെ. മൃഗങ്ങളെക്കുറിച്ച് മാത്രമല്ല, വെള്ളത്തിൽ ജീവിക്കുന്ന ചില സസ്യങ്ങൾക്കും ഇത്തരം പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് ആമ്പൽ. ലാർജ് ലീവ്സ് ദാറ്റ് ഫ്ലോട്ട് ഓൺ വാട്ടർ. അതായത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വലിയ ഇലകളാണ് ആമ്പലിനുള്ളത്. ഇലകൾ വെള്ളത്തിനു മുകളിലൊരു പ്ലേറ്റ് പോലെ കിടക്കുന്നതുകൊണ്ട് അവയ്ക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്നു. വെള്ളം തട്ടി ഇലകൾ ചീഞ്ഞു പോകാതിരിക്കാൻ അവയ്ക്കൊരു സൂത്രമുണ്ട്. വാക്സി കോട്ടിംഗ്. മെഴുകുപോലെയുള്ള ആവരണം. നമ്മൾ താറാവിന്റെ എണ്ണമയമുള്ള തൂവലുകളെക്കുറിച്ച് പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് ആമ്പലിന്റെ ഇലകൾക്ക് മുകളിലുള്ള ഈ മെഴുകുപോലെയുള്ള ആവരണം. ഇതുള്ളതുകൊണ്ട് വെള്ളം അതിൽ തങ്ങി നിൽക്കില്ല, ഉരുണ്ട് താഴെ പോകും. അതുകൊണ്ട് ഇലകൾ ചീഞ്ഞു പോകില്ല. പിന്നെ ഈ വലിയ ഇലകൾ വെള്ളത്തിൽ താഴ്ന്നു പോകാതെ പൊങ്ങിക്കിടക്കാൻ ഒരു രഹസ്യമുണ്ട് അല്ലേ? അതെ, ലോങ് ആൻഡ് ഹോളോ സ്റ്റെംസ്. നീണ്ടതും പൊള്ളയായതുമായ തണ്ടുകൾ. കുട്ടികളെ, നിങ്ങൾ നീന്താൻ പഠിക്കുമ്പോൾ വായു നിറച്ച ട്യൂബുകൾ ഉപയോഗിക്കാറില്ലേ? ട്യൂബുകൾ നിങ്ങളെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കും. കൃത്യം. ആമ്പലിന്റെ തണ്ടുകൾ ഇതുപോലെ ഉള്ളിൽ വായു നിറഞ്ഞ പൊള്ളയായ കുഴലുകൾ പോലെയാണ്. അതുകൊണ്ടാണ് അവ എപ്പോഴും വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികളെയും സസ്യങ്ങളെയും കണ്ടുകഴിഞ്ഞു. അവരെങ്ങനെയാണ് വെള്ളത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ചില മിടുക്കന്മാരെയാണ്. ഇടയ്ക്ക് വെള്ളത്തിൽ ഡൈവ് ചെയ്യണം, ബാക്കി സമയം കരയിൽ ചാടി നടക്കണം. ഇതിലേറ്റവും പ്രശസ്തനായ ഒരാളുണ്ട്, നമ്മുടെ തവള. തവള ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? തവളയുടെ പ്രധാന അനുകൂലനം ഇതാണ്: ഫ്രോഗ് ക്യാൻ ബ്രീത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഇതൊരു ഒന്നൊന്നര സൂപ്പർ പവർ തന്നെയാണ് കേട്ടോ. തവളയ്ക്ക് കരയിൽ നിന്നും ശ്വസിക്കാൻ കഴിയും,
അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നും ശ്വസിക്കാൻ കഴിയും. അതെ, കരയിലായിരിക്കുമ്പോൾ നമ്മളെപ്പോലെ ശ്വാസകോശം ഉപയോഗിച്ചാണ് തവള ശ്വസിക്കുന്നത്. എന്നാൽ വെള്ളത്തിനടിയിൽ പോകുമ്പോൾ അവയുടെ തൊലിയിലൂടെ നേരിട്ട് വെള്ളത്തിലെ ഓക്സിജൻ വലിച്ചെടുക്കാൻ അവയ്ക്ക് കഴിയും. അതുപോലെ നീന്താൻ താറാവിനെപ്പോലെയും ആമയെപ്പോലെയും തവളയ്ക്കുമുണ്ട് വെബ്ഡ് ഫീറ്റ് ടു ഹെൽപ്പ് സ്വിം ഇൻ വാട്ടർ. വീണ്ടും ആ ചർമ്മബന്ധിതമായ പാദങ്ങൾ. വെള്ളത്തിൽ തുഴഞ്ഞു സഞ്ചരിക്കാൻ വിരലുകൾക്കിടയിലുള്ള തുഴി തവളയെയും സഹായിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, സ്ലിപ്പറി ബോഡി. തവളയെ തൊട്ടുനോക്കിയിട്ടുണ്ടോ? നല്ല വഴുവഴുപ്പുള്ള ശരീരമാണ് തവളയുടേത്. മീനുകളെപ്പോലെ വെള്ളത്തിൽ ഉരസലില്ലാതെ നീന്താനും പിന്നെ തൊലിയിലൂടെ ശ്വസിക്കാനായി എപ്പോഴും തൊലി നനവുള്ളതായിരിക്കാനും ഈ വഴുവഴുപ്പ് സഹായിക്കുന്നു. കരയിലെ സഞ്ചാരത്തിനായി ക്യാൻ ഹോപ്പ് ആൻഡ് വാക്ക് ഓൺ ലാൻഡ് യൂസിംഗ് ലെഗ്സ്. തവളകൾക്ക് വലിയ കരുത്തുള്ള പിൻകാലുകളാണുള്ളത്. ഈ കാലുകൾ വലിയ സ്പ്രിങ്ങുകൾ പോലെ പ്രവർത്തിച്ച് കരയിൽ വളരെ ദൂരം ചാടിച്ചാടി നടക്കാൻ അവരെ സഹായിക്കുന്നു. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഭയപ്പെടുത്തുന്ന മറ്റൊരു ജീവിയുണ്ട്, മുതല. മുതല ഒരു വലിയ ജീവിയാണ്. അത് വെള്ളത്തിൽ എങ്ങനെ ഇര പിടിക്കുന്നുവെന്ന് നോക്കാം. Shapes suitable for water movement. ജലസഞ്ചാരത്തിന് അനുയോജ്യമായ ആകൃതിയാണ് മുതലകൾക്കുള്ളത്. ഒരു വലിയ മരത്തടി വെള്ളത്തിൽ കിടക്കുന്നതുപോലെ തോന്നും അവയെ കണ്ടാൽ. അതെ, ഇരകൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. മാത്രമല്ല, വെള്ളത്തിൽ നന്നായി നീങ്ങാനും ഈ ആകൃതി സഹായിക്കുന്നു. നീന്താനും കരയിൽ നടക്കാനും വേറൊരു അനുകൂലനം കൂടിയുണ്ട്. ലോങ് ടെയിൽ ടു ഹെൽപ്പ് ഇൻ സ്വിമ്മിംഗ് ആൻഡ് ലെഗ്സ് ടു വാക്ക് ഓൺ ലാൻഡ്. വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന വളരെ നീളമുള്ളതും കരുത്തുറ്റതുമായൊരു വാൽ മുതലയ്ക്കുണ്ട്. വാലൊരു വലിയ തുഴ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ കരയിൽ സുഗമമായി നടക്കാൻ കഴിയുന്ന 4 കാലുകളും അവയ്ക്കുണ്ട്. പാമ്പുകളിലും വെള്ളത്തിൽ ജീവിക്കുന്നവരുണ്ട് കേട്ടോ. നീർക്കോലി അഥവാ വാട്ടർ സ്നേക്ക്. അതിന്റെ പ്രത്യേകത ഫ്ലെക്സിബിൾ ബോഡി സ്യൂട്ടഡ് ഫോർ സ്വിമ്മിംഗ് ഇൻ വാട്ടർ. പാമ്പുകൾക്ക് കൈകാലുകളില്ലല്ലോ. എന്നിട്ടും അവ വെള്ളത്തിൽ നീന്താൻ വളരെ അനുയോജ്യമായ രീതിയിൽ വേഗത്തിൽ വളയാനും പുളയാനും കഴിയുന്ന വളങ്ങുന്ന ശരീരമുള്ളവരാണ്. ശരീരം എസ് ആകൃതിയിൽ വെട്ടിച്ചാണ് അവ വെള്ളം വകഞ്ഞുമാറ്റി നീന്തുന്നത്. കരയിൽ സഞ്ചരിക്കാനോ ക്യാൻ ക്രോൾ ഓൺ ലാൻഡ് യൂസിംഗ് സ്കെയിൽസ്. ശൽക്കങ്ങൾ, അതായത് ശരീരത്തിലുള്ള ചെറിയ ചെതുമ്പലുകൾ ഉപയോഗിച്ചാണ് അവ കരയിലിഴയുന്നത്. ഈ ചെതുമ്പലുകൾ തറയിൽ കൊഴുത്തിപ്പിടിക്കുന്ന ചെറിയ കാലുകൾ പോലെ പ്രവർത്തിച്ച് അവരെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്നു. ഈ വിഭാഗത്തിൽ നമുക്കൊരു പക്ഷിയെക്കൂടി പരിചയപ്പെടാം. ആകാശത്തുനിന്ന് ഡൈവ് ചെയ്ത് വെള്ളത്തിനടിയിൽ പോയി മീൻ പിടിക്കുന്ന നീർക്കാക്ക അഥവാ കോർമറാണ്ട്. ഇതിന്റെ പ്രത്യേകതകൾ ഓയിലി ഫെദേഴ്സ്. താറാവിനെ പോലെ തന്നെ ഈ പക്ഷിക്കും എണ്ണമയമുള്ള വാട്ടർപ്രൂഫ് തൂവലുകളുണ്ട്. ഇത് വെള്ളം നനഞ്ഞ് തൂവലുകൾക്ക് ഭാരം കൂടാതിരിക്കാൻ സഹായിക്കുന്നു. പിന്നെ ഫ്ലെക്സിബിൾ നെക്ക് ടു ക്യാച്ച് പ്രേ ഇൻ വാട്ടർ. അതായത് വെള്ളത്തിനടിയിലൂടെ വേഗത്തിൽ നീന്തിപ്പോകുന്ന മീനുകളെ പെട്ടെന്ന് കൊത്തിപ്പിടിക്കാൻ സ്പ്രിംഗ് പോലെ വളരെ എളുപ്പത്തിൽ നീളുകയും വളയുകയും ചെയ്യുന്ന കഴുത്ത് നീർക്കാക്കയ്ക്കുണ്ട്. ഒപ്പം നീന്താൻ വെബ്ഡ് ഫീറ്റ് ടു ഹെൽപ്പ് സ്വിം ഇൻ വാട്ടർ. ഇതാ വീണ്ടും വെള്ളത്തിൽ നീന്താൻ ഫ്ലിപ്പറുകൾ പോലെയുള്ള ചർമ്മബന്ധിതമായ പാദങ്ങൾ ഈ പക്ഷിക്കും സ്വന്തമായുണ്ട്. അപ്പോൾ വെള്ളത്തിന്റെയും കരയുടെയും കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇനി തീർത്തും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് പോകാം. അതായത് വെള്ളം തീരെയില്ലാത്ത ചൂടേറിയ മരുഭൂമിയിലും അതുപോലെ എപ്പോഴും മഞ്ഞുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിലും ജീവിക്കുന്നവരെക്കുറിച്ച് നമുക്ക് നോക്കാം. അതെ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ എങ്ങനെയാണ് സസ്യങ്ങൾ വളരുന്നത്? നമുക്കൊക്കെ നന്നായി വിയർക്കാറില്ലേ? തീർച്ചയായും. അതുപോലെ സാധാരണ ചെടികളിലെ ഇലകളിലൂടെ ഒരുപാട് ജലം നീരാവിയായി നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ എന്തു ചെയ്യും? അതൊരു വലിയ വെല്ലുവിളിയാണ്. മരുഭൂമിയിലെ സസ്യങ്ങൾ അത് പരിഹരിക്കുന്നത് ഇങ്ങനെയാണ്. ഡെസേർട്ട് പ്ലാന്റ്സ് ഹാവ് നോ ലീവ്സ് ഓർ സ്മോൾ ലീവ്സ്. ഓഹോ, മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് ഇലകൾ തീരെ ഇല്ലാത്തതോ അല്ലെങ്കിൽ വളരെ ചെറിയ ഇലകളോ ആണുള്ളത്. ഇലകളില്ലെങ്കിൽ വിയർക്കില്ല, അതായത് വെള്ളം നഷ്ടപ്പെടില്ല. വെള്ളം വളരെ കുറവായതുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ് അവർ ഇലകളില്ലാതെ വളരുന്നത്. ഇലകളില്ലാത്തതുകൊണ്ട് മറ്റു മൃഗങ്ങൾ ഇവയെ തിന്നാൻ വരുമോ? അതിനെ തടയാൻ സം പ്ലാന്റ്സ് ഹാവ് തോൺസ്. ചില മരുഭൂമി സസ്യങ്ങൾക്ക്, ഉദാഹരണത്തിന് കള്ളിച്ചെടികൾക്ക്, ഇലകൾക്ക് പകരം മുള്ളുകൾ ഉണ്ടായിരിക്കും.
ദാഹിച്ചു വലഞ്ഞു വരുന്ന ഏതെങ്കിലും മൃഗങ്ങൾ ഈ ചെടിയെ തിന്നാൻ ശ്രമിച്ചാൽ ഈ മുള്ളുകൾ അവരെ തടയും. ഇലകളില്ലെങ്കിൽ പിന്നെ എവിടെയാണിവർ ഭക്ഷണമുണ്ടാക്കുകയും വെള്ളം സൂക്ഷിക്കുകയും ചെയ്യുന്നത്? ഗ്രീൻ സ്റ്റെംസ് ആർ തിക്ക് ആൻഡ് സ്റ്റോർ വാട്ടർ. ഇവയുടെ പച്ച നിറമുള്ള തണ്ടുകൾ വളരെ കട്ടിയുള്ളതായിരിക്കും. കാരണം വല്ലപ്പോഴും കിട്ടുന്ന കുറച്ചു മഴവെള്ളം മുഴുവൻ അവ വലിയൊരു വാട്ടർ ടാങ്കിൽ എന്ന പോലെ ഈ തണ്ടുകളിൽ സംഭരിച്ചു വയ്ക്കുന്നു. അതെ, ഇലകൾക്ക് പകരം ഈ പച്ചത്തണ്ടുകളാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ഭക്ഷണമുണ്ടാക്കുന്നതും. തണ്ടിലെ വെള്ളം ചൂടുകൊണ്ട് ആവിയായി പോകാതിരിക്കാൻ സ്റ്റെംസ് ഹാവ് എ വാക്സി കോട്ടിംഗ്. അതുപോലെ കോട്ടിംഗ് ഓൺ സ്റ്റെംസ് ഹെൽപ്സ് പ്രിവെന്റ് വാട്ടർ ലോസ്. ഈ വാട്ടർ ടാങ്കിന് ഒരു മൂടി വേണ്ടേ? ഈ തണ്ടുകൾക്ക് മുകളിൽ ആമ്പലിന്റെ ഇലയിൽ കണ്ടതുപോലെയുള്ള ഒരു മെഴുകുപോലെയുള്ള ആവരണമുണ്ട്. സൂര്യന്റെ കടുത്ത ചൂടിൽ ഉള്ളിലെ ജലം ബാഷ്പീകരിച്ചു നഷ്ടപ്പെടാതെ തടയാൻ ഈ ആവരണം സഹായിക്കുന്നു. ഈ വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിന് റൂട്ട്സ് ക്യാൻ ഗ്രോ വെരി ഡീപ്പ് ഇൻ ടു ദ സോയിൽ. ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ എവിടെയെങ്കിലും അല്പം നനവുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാൻ വേണ്ടി ഇവയുടെ വേരുകൾ വളരെ നീളമുള്ള സ്ട്രോകൾ പോലെ ആഴത്തിലേക്ക് വളരുന്നു. മരുഭൂമിയിലെ സസ്യങ്ങളെ കണ്ടു. ഇനി മരുഭൂമിയിലെ രാജാവായ ഒട്ടകത്തെ നോക്കാം. ഒട്ടകത്തിന്റെ അനുകൂലനങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ലോങ് ആൻഡ് സ്ട്രോങ് ലെഗ്സ് പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ദ ഡെസേർട്ട് ഹീറ്റ്. പകൽ സമയത്തും മരുഭൂമിയിലെ മണലിന് തീയിന്റെ ചൂടായിരിക്കും, ഒരടുപ്പിൽ തൊടുന്നതുപോലെ. ഒട്ടകത്തിന് വളരെ നീണ്ടതും ബലമുള്ളതുമായ കാലുകളാണുള്ളത്. അതെ, ഒട്ടകത്തിന്റെ ശരീരം ഈ ചൂടുള്ള മണലിൽ നിന്നും വളരെ ഉയരത്തിലായിരിക്കാൻ ഈ നീണ്ട കാലുകൾ സഹായിക്കുന്നു. അങ്ങനെ ശരീരത്തിന് പൊള്ളലേൽക്കാതെ സംരക്ഷിക്കപ്പെടുന്നു. അടുത്ത വെല്ലുവിളി മണലിലൂടെയുള്ള നടത്തമാണ്, അല്ലേ? കൃത്യം. വൈഡ് ഹൂവ്സ് മേക്ക് ഇറ്റ് ഈസി ടു ട്രാവൽ ത്രൂ സാൻഡ്. കുട്ടികളെ, സാധാരണ വണ്ടികൾ മണലിലൂടെ പോയാൽ ടയർ താഴ്ന്നുപോകും. പക്ഷെ വലിയ ടയറുകളുള്ള ജീപ്പുകൾ മണലിലൂടെ പോകുന്നത് കണ്ടിട്ടില്ലേ? ഒരു മരുഭൂമിയിലെ ജീപ്പാണ് ഒട്ടകം. വളരെ വിസ്തൃതമായ പരന്ന കുളമ്പുകളാണ് അവയ്ക്കുള്ളത്. ഈ പരന്ന കുളമ്പുകൾ മണലിൽ താഴ്ന്നു പോകാതെ അവരെ നടക്കാൻ സഹായിക്കുന്നു. പിന്നെ മരുഭൂമിയിലെ പൊടിക്കാറ്റിൽ നിന്ന് രക്ഷ നേടാൻ നോസ് ക്യാൻ ബി ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺഡ് ആസ് ഡിസയർഡ്, പ്രിവെന്റിംഗ് സാൻഡ് ഫ്രം എൻറ്ററിംഗ് ദ ലങ്സ്. മരുഭൂമിയിൽ എപ്പോഴും ഭയങ്കര മണൽക്കാറ്റ് വീശാറുണ്ട്. ആലോചിച്ചു നോക്കൂ, നമ്മുടെ മൂക്കിലും മണല് കയറിയാലോ എന്താവും അവസ്ഥ? ഒട്ടകങ്ങൾക്ക് അവരുടെ മൂക്ക് ഒരു വാതിൽ പോലെ അടച്ചുപിടിക്കാനും വേണമെങ്കിൽ തുറക്കാനും കഴിയും. ഇങ്ങനെ മണൽ ശ്വാസകോശത്തിൽ കടക്കാതെ ഒരു മാസ്ക് വെച്ചതുപോലെ അവയ്ക്ക് തടയാൻ സാധിക്കും. അതുമാത്രമല്ല, കണ്ണുകളുടെ കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. Eyes have 3 layers of eyelids, protecting the eyes from sandstorms. എന്ത്? 3 കൺപോളകളോ? നമുക്കൊക്കെ ഒരു കൺപോളയല്ലേ ഉള്ളൂ? അതേ കുട്ടികളെ, ഒട്ടകങ്ങളുടെ കണ്ണുകൾക്ക് 3 പാളികളുള്ള കൺപോളകളുണ്ട്. വാവ്! മണൽക്കാറ്റടിക്കുമ്പോൾ കണ്ണുകൾക്ക് കാറിലെ വിൻഷീൽഡ് വൈപ്പർ പോലെയോ അല്ലെങ്കിൽ സുരക്ഷാ ഗ്ലാസുകൾ പോലെയോ പൂർണ്ണമായ സംരക്ഷണം നൽകാൻ ഈ 3 കൺപോളകൾ സഹായിക്കുന്നു. ശരിക്കും ഒരു അത്ഭുതം തന്നെ. ഒപ്പം വെള്ളത്തിന്റെ കാര്യവും. വെരി ലിറ്റിൽ വാട്ടർ ഈസ് ലോസ്റ്റ് ഫ്രം ദ ബോഡി. മരുഭൂമിയിൽ കുടിക്കാൻ വെള്ളം കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒട്ടകം നമ്മളെപ്പോലെ വിയർക്കാറില്ല. ഒട്ടകത്തിന്റെ ശരീരത്തിൽ നിന്നും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ജലം നഷ്ടപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഒട്ടകത്തിന് സാധിക്കും. മരുഭൂമിയിലെ കടുത്ത ചൂടിൽ നിന്നും ഇനി നമുക്ക് കൊടും തണുപ്പുള്ള മഞ്ഞുപ്രദേശങ്ങളിലേക്ക് പോകാം. അന്റാർട്ടിക്കയിലെ തണുത്തുറഞ്ഞ ഐസിൽ ജീവിക്കുന്ന പെൻഗ്വിനുകളെ നോക്കാം. യൂസസ് വിങ്സ് ആസ് പാഡൽസ്. പെൻഗ്വിനുകൾ പക്ഷികളാണെങ്കിലും അവർക്ക് ആകാശത്ത് പറക്കാൻ കഴിയില്ല. പക്ഷേ വെള്ളത്തിനടിയിൽ അവർ പറക്കും. അതെ, അവർ അവരുടെ ചെറിയ ദൃഢമായ ചിറകുകൾ തുഴകളായി ഉപയോഗിച്ച് വെള്ളത്തിലൂടെ അതിവേഗം നീന്തുന്നു. തണുപ്പിനെ എങ്ങനെ നേരിടുന്നു? ബോഡി ഹാസ് എ തിക്ക് കവറിംഗ് ടു റെസിസ്റ്റ് കോൾഡ്. കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ അവയുടെ ശരീരത്തിൽ വളരെ കട്ടിയുള്ള തിങ്ങി നിറഞ്ഞ തൂവലുകളുടെ ഒരു ആവരണമുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ശരീരത്തിനുള്ളിൽ ഒരു ഹീറ്റർ കൂടിയുണ്ട്. ഫാറ്റ് ലെയർ അണ്ടർ ദ സ്കിൻ റെസിസ്റ്റ്സ് കോൾഡ്. ഇതാണ് ഏറ്റവും രസകരമായ കാര്യം. തണുപ്പകറ്റാൻ നമ്മൾ കമ്പിളി സ്വെറ്റർ ധരിക്കില്ലേ? അതുപോലെ പെൻഗ്വിനുകളുടെ തൊലിക്കടിയിൽ പ്രകൃതിദത്തമായ വലിയൊരു കൊഴുപ്പിന്റെ ആവരണമുണ്ട്. ഇതൊരു മാംസം കൊണ്ടുള്ള സ്വെറ്റർ പോലെ പ്രവർത്തിച്ച് ശരീരത്തിലെ ചൂട് പുറത്തു പോകാതെ നോക്കുന്നു. നീന്താൻ സഹായിക്കാൻ ടോസ് ഓൺ ഫീറ്റ് ആർ കണക്റ്റഡ് ബൈ സ്കിൻ.
നമ്മൾ താറാവിന്റെയും തവളയുടെയും കാലുകളിൽ കണ്ട ഫ്ലിപ്പറുകൾ ഓർമ്മയില്ലേ? പെൻഗ്വിനുകളുടെ വിരലുകളും ചർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ഇതും അവയെ നീന്താൻ സഹായിക്കുന്നതാണ്. പിന്നെ ഇര തേടാൻ ബീക്ക് ഹെൽപ്സ് ടു ക്യാച്ച് പ്രേ. മഞ്ഞുമൂടിയ വെള്ളത്തിനടിയിൽ നിന്നും അതിവേഗം പോകുന്ന മീനുകളെ വഴുതിപ്പോകാതെ പിടിക്കാൻ അവയുടെ കൂർത്ത കൊക്കുകൾ സഹായിക്കുന്നു. തീവ്രമായ കാലാവസ്ഥകളെക്കുറിച്ചും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കാടുകളിലേക്ക് വരാം. അതെ, വെള്ളത്തിൽ നിന്നും മരുഭൂമിയിൽ നിന്നും മാറി കാടുകളിലെ മരങ്ങളിൽ ലംബമായി അഥവാ കുത്തനെ പിടിച്ചു കയറി ജീവിക്കാൻ പ്രത്യേക കഴിവുകളുള്ള ഒരു പക്ഷിയെ നമുക്കിനി പരിചയപ്പെടാം. മരങ്ങളിലെ സൂപ്പർ ഹീറോ. തീർച്ചയായും മരം കൊത്തി അഥവാ വുഡ് പെക്കർ. മരത്തിന്റെ തൊലി തുരക്കുക എന്നതാണ് ഇവരുടെ പ്രധാന പണി. അതിനുള്ള അനുകൂലനമിതാണ്: സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മരത്തിൽ കൊത്താൻ വേണ്ടിയുള്ള ബലമേറിയതും മൂർച്ചയുള്ളതുമായ കൊക്കുകളാണ് അവയ്ക്കുള്ളത്. ഒരു ഉളി അല്ലെങ്കിൽ ഡ്രിൽ മെഷീൻ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹെൽപ്സ് ടു ഫൈൻഡ് പ്രേ ബൈ പെക്കിംഗ് ഓൺ ട്രീസ്. മരത്തിന്റെ തൊലിക്കടിയിൽ ഒളിച്ചിരിക്കുന്ന ചെറിയ പുഴുക്കളെയും പ്രാണികളെയും നമ്മൾക്ക് കാണാൻ കഴിയില്ല. എന്നാൽ മരംകുത്തി മരത്തിൽ അതിശക്തമായി കൊത്തി ദ്വാരമുണ്ടാക്കി ഈ പ്രാണികളെ കണ്ടെത്തുന്നു. മരത്തിലങ്ങനെ കുത്തനെ എങ്ങനെ നിൽക്കാൻ കഴിയും? ഫീറ്റ് വിത്ത് ക്ലോസ് ദാറ്റ് ഹെൽപ് ടു ഹോൾഡ് ഓൺ ടു ട്രീസ് ഫോർ എ ലോങ് ടൈം. മരത്തിന്റെ തടിയിൽ കുത്തനെ നിർത്താതെ കൊത്തുമ്പോൾ താഴെ വീഴാതിരിക്കാൻ മരത്തിൽ ഏറെ നേരം മുറുകെ കൊളുത്തിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന കൂർത്ത നഖങ്ങളുള്ള കാലുകളാണ് മരംകൊത്തിക്കുള്ളത്. പ്രകൃതി നൽകിയ ക്ലൈംബിംഗ് ഹുക്കുകൾ. അപ്പോൾ കുട്ടികളെ, നമ്മൾ ഇത്രയും നേരം കണ്ടത് വെള്ളത്തിലും കരയിലും മരുഭൂമിയിലും മഞ്ഞിലും മരങ്ങളിലുമൊക്കെയായി ജീവിക്കുന്ന വിവിധ ജീവികളെക്കുറിച്ചാണ്. മത്സ്യം മുതൽ മരം കുത്തിവരെയുള്ള ജീവികൾ അവയുടെ ചുറ്റുപാടുകളിൽ സുഖമായി ജീവിക്കാൻ ശരീരത്തിൽ വരുത്തിയ അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ്, അഥവാ അനുകൂലനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതെ, ഈ ശാസ്ത്രീയ സത്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? തീർച്ചയായും. കുട്ടികൾക്ക് ഈ യാത്ര വളരെ രസകരമായി തോന്നിയിട്ടുണ്ടാകും. നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം ഓർമ്മയില്ലേ? കൊടും തണുപ്പത്ത് കമ്പിളിയില്ലാതെ ജീവിക്കാൻ കഴിയുമോ എന്ന്. മൃഗങ്ങൾ അവരുടെ അനുകൂലനങ്ങൾ ഉപയോഗിച്ച് അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും. നമ്മുടെ ഈ അന്വേഷണം അവസാനിക്കുന്നതിന് മുൻപായി എനിക്ക് നിങ്ങളോട് സ്വന്തമായി ചിന്തിക്കാൻ കഴിയുന്ന വളരെ രസകരമായ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണത്? കുട്ടികളെ, ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. മനുഷ്യർക്ക് ഈ മൃഗങ്ങളെപ്പോലെയുള്ള എന്തെങ്കിലും സൂപ്പർ പവറുകൾ, അതായത് അനുകൂലനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് വെള്ളത്തിനടിയിൽ മണിക്കൂറുകളോളം ശ്വാസം പിടിക്കാൻ കഴിയുന്ന ആമയെപ്പോലെയുള്ള ശ്വാസകോശം വേണോ? അതോ മരുഭൂമിയിലെ മണൽക്കാറ്റിൽ നിന്ന് രക്ഷ നേടാൻ ഒട്ടകത്തെപ്പോലെ 3 കൺപോളകൾ വേണോ? നിങ്ങളിതിൽ ഏതു സൂപ്പർ പവർ ആയിരിക്കും തിരഞ്ഞെടുക്കുക? സ്വന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കണേ. പുതിയൊരറിവുമായി നമുക്ക് വീണ്ടും കാണാം. ആ സൂപ്പർ പവറിന്റെ കാര്യം മറക്കണ്ട കേട്ടോ.